ഹായ്. നന്ദുലാൽ എംഎസിന്റെ സംവിധാനത്തിൽ അമിത് ചക്കാലക്കൽ, അഖില ഭാർഗവൻ, KPSC ലീല ഇവർക്ക് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സീരീസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സീരീസിന്റെ പേര് മുത്തശ്ശി. ഇത് ZTV റിലീസ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സീരീസ് കാണുന്നത്. ഇതൊരു ഹൊറർ മിസ്റ്ററി ഒരു സാധനം തന്നെയാണ്. ഇതിന് മുന്നേ നമ്മുടെ KPSC ലീലയുടെ നമ്മുടെ ഗ്രാനി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ആദ്യം വിചാരിച്ച് സെയിം തന്നെയാണോ, പിന്നെ പേരിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇതൊരു സീരീസ് ആണെന്ന് മനസ്സിലാവുന്നത്. ഒരു 7 എപ്പിസോഡ് പോലെ ചെയ്തിട്ടുള്ള ഒരു സീരീസ്. അപ്പോൾ ഞാനത് മൊത്തം ഇരുന്ന് കണ്ടു. സാധനം ഒരു വെറൈറ്റി ഒരു സാധനം തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയല്ല. അതിൻ്റെ സൗണ്ട് എഫക്റ്റും പിന്നെ അതിൻ്റെ വിഷ്വലൈസിങ്ങും നല്ല രസമായിട്ട്. അത് നമ്മുടെ KPSC ലീല എന്ന് പറയുന്ന ഒരു ആക്ടറെ മൊത്തത്തിലാണ്ട് എന്താ പറയുക ചുഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ പൊളിയാണ്. പിന്നെ കൂടെ അഭിനയിച്ചുള്ള ആൾക്കാരും ഇതൊരു വലിയൊരു പ്രേതം വന്നിട്ട് നമ്മളങ്ങനെ എന്താ പറയാ പീഡിപ്പിച്ച് പോകുന്ന പോലത്തെ സാധനമൊന്നുമില്ല. ഇതൊരു വേറൊരു വെറൈറ്റി ഒരു സാധനം തന്നെയാണ്. അത് കാണണം, കണ്ടവർക്ക് അത് മനസ്സിലാവും. പിന്നെ നല്ല ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നല്ല TV സൗണ്ടൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് വേണം ഈ ഒരു സീരീസ് കാണണമെങ്കിൽ. അത് കണ്ടാലാണ് ശരിക്കും നമുക്ക് അതിന്റെ ഒരു ഉള്ളിലോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. ഞാനത് അങ്ങനെയാണ് കണ്ടത്. എനിക്കത് കണ്ടപ്പോൾ ഒന്നാമത് എനിക്ക് ഇങ്ങനെയുള്ള ഹൊറർ സീരീസ് അതേപോലെ സിനിമകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ കാണുമ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണാറ്. അപ്പൊ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീരീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പോരാ, ഇത് വലിയ കഥയൊന്നുമില്ല, ലാസ്റ്റ് എന്തിനാ ഇത് കണ്ടെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നും അല്ല. അവിടെ ഇവിടെയൊക്കെ പല പല സീനുകളൊക്കെ നമുക്ക് കണ്ടതായിട്ട് തന്നെ ഓർമ്മ വരുന്ന സീനുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ നല്ല രസമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു വെറൈറ്റി ഉണ്ട് എല്ലാ ഒരു കാര്യത്തിനും. പിന്നെ ഇതിന്റെ സൗണ്ട് എഫക്റ്റ് ഒരു രക്ഷയില്ല. സൗണ്ട് എഫക്റ്റ് ഒക്കെ ശരിക്കും ഇങ്ങനെ ചില സീനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു മനസ്സിലൊരു പേടി വരുന്ന സാധനങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ സീക്വൻസ് ഒക്കെ ഈ ഒരു സീരീസിലുണ്ട്. പിന്നെ ചില സീരീസ്, ഒരുപാട് സീരീസ് ഞാൻ കാണാറുണ്ട്, മലയാളം തമിഴ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഈ 2 സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നത് ഗ്രാനി എന്ന് പറയുന്ന സെയിം തന്നെ KPSC ലീലയുടെ ഗ്രാനി എന്ന് പറഞ്ഞ ആ ഒരു ഷോർട്ട് ഫിലിം, ഇപ്പോൾ മുത്തശ്ശി എന്ന് പറയുന്ന ഈ ഒരു ഇതും എല്ലാം രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എത്ര ആൾക്കാർ ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ട് എന്നുള്ള അറിയത്തില്ല. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസ് കാണാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭയങ്കര സംഭവമൊന്നുമില്ല. നമ്മൾ ഫോണിൽ കാണുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടിരുന്ന് കാണണം, ഇല്ലെങ്കിൽ ആ ഫീൽ കിട്ടത്തില്ല. TV കുറച്ചധികം സൗണ്ടൊക്കെ വെച്ചിട്ടിരുന്ന് കാണണം, എന്നെങ്കിലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്തോ ഒരു വിഷ്വൽ കണ്ട് നമുക്കൊരു പ്രത്യേകിച്ചൊരു ഫീലൊന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് അത് കണ്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് കണ്ട കാരണം കൊണ്ട് നല്ല ഒരു ഡെത്ത് ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ പേടിച്ചതാവുന്നല്ല. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതായത് നമ്മളിങ്ങനെ ഇരുത്തും ചില സീനിൽ ഇങ്ങനെ എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ കഥ ഞാനിവിടെ പറയുന്നില്ല, കഥ നിങ്ങൾക്ക് കണ്ടത് ഞാൻ മനസ്സിലാവും. ഒരുപാട് കഥകൾ ഇതുപോലത്തെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുകൂടി രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ സീരീസിന്റെയും സിനിമകളുടെയും വിശേഷങ്ങൾക്കായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ബൈ.